ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഒരു സർക്കാർ ഉദ്യോഗം അഥവാ സാധാരണക്കാരൻ്റെ സർക്കാർ ജോലിയായ LGS സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. നമുക്കറിയാം, നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ ഒത്തിരി തയ്യാറെടുപ്പിന് ശേഷമാണ് LGS പരീക്ഷ അറ്റൻഡ് ചെയ്തത്. LGS പരീക്ഷ 4 ഘട്ടങ്ങളിലായിട്ടാണ് 14 ജില്ലകൾക്ക് നടന്നത്. ഒന്നാം ഘട്ടത്തിൻ്റെ ആൻസർ കീ വന്നു. നവംബർ 30 നടന്ന 3-ാം ഘട്ടത്തിൻ്റെ ആൻസർ കീ വന്നു. ഇന്നിതാ 4-ാം ഘട്ടത്തിൻ്റെ ആൻസർ കീയും എത്തിയിരിക്കുകയാണ്. ഡിസംബർ 7 ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ നടന്ന 4-ാം ഘട്ട LGS പരീക്ഷയുടെ ആൻസർ കീ. പതിവ് കലാപരിപാടികളൊക്കെ തന്നെ ആവർത്തിച്ചു. 9 ഡിലീഷൻ, ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം മാറി. കണക്കിലെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് 10 മാർക്ക് കുറഞ്ഞു. അതായത് 100 ചോദ്യങ്ങൾ PSC പ്രിപ്പയർ ചെയ്യുമ്പോൾ 10 ചോദ്യങ്ങൾ ഒഴിവാക്കേണ്ടതായി വരുന്ന അവസ്ഥ. 10% എറർ. അതൊക്കെ ഇത്തിരി കഷ്ടം പിടിച്ച എററാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് നമ്മൾ യൂണിവേഴ്സിറ്റി LGS കേസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പലരും അതിൽ കമൻറ്റ് ചെയ്തു, PSC ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കാതെ ക്യാൻസൽ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ എന്തിനാ പറയുന്നത്? PSC അറിയാതെയാണോ ഈ കാര്യങ്ങളൊക്കെ അപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതിൻ്റെ കേസ് നടക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞത് PSC വഴിയാണോ? ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇതിനും ഒരു ഉത്തരം തരാൻ PSCക്ക് ബാധ്യതയില്ലേ? 1-ാം ഘട്ടത്തിൻ്റെ ആൻസർ കീ വന്നു, 3-ൻ്റെ വന്നു, 4-ൻ്റെ വന്നു. 2-ാം ഘട്ടം അത്രയ്ക്ക് നൊട്ടോറിയസ് പരീക്ഷയായതുകൊണ്ടാണോ അതിൻ്റെ ആൻസർ കീ വരാതിരിക്കുന്നത്? എനിവേ, ഈ 4-ാം ഘട്ടക്കാരുടെ ആൻസർ കീയിൽ ഉണ്ടായ മാറ്റങ്ങൾ ഞാൻ പറയാം. ഒന്നാമത് ഡിലീറ്റ് ചെയ്യപ്പെട്ടത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തത് ആർക്ക്? എൻ്റെ അറിവിൽ അത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. പിന്നെ എന്തുകൊണ്ടോ ആ ചോദ്യം ഡിലീറ്റായി. പിന്നെ 7-ാമത്തെ ചോദ്യം ഒട്ടുമിക്ക ചാനലിലും അധ്യാപകരും ഒക്കെ പറഞ്ഞതാണ്, മൗലിക അവകാശങ്ങളിൽ പെടുന്നവ 1, 3, 4, 5, 6 വേണം. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലില്ലാത്തത് കൊണ്ട് തന്നെ ആ ചോദ്യവും ആൻസർ കീയിൽ, ഫൈനൽ ആൻസർ കീയിൽ ഒഴിവാക്കപ്പെട്ടു. അടുത്തത് 11-ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം. ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി എന്നത് ബന്ധമില്ല. ആലുവ സർവമത സമ്മേളനമാണ് അദ്ദേഹം നടത്തിയത്. പിന്നെ എനിക്ക് തോന്നുന്നു മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി, ആ ഒരു കൺഫ്യൂഷൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. എനിവേ, ആ ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അടുത്തത് 27-ാമത്തെ ചോദ്യം, എ കോഡാണ് ഞാൻ പറയുന്നത്. 27-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റ്. അതായത് ഭൂട്ടാൻ എന്നുള്ളത് ആ ഒരു കൺഫ്യൂഷൻ, വടക്ക് കിഴക്കാണോ തെക്ക് കിഴക്കാണോ കിഴക്കാണോ, ആ ഒരു കൺഫ്യൂഷനിൽ ആ ചോദ്യവും ഒഴിവാക്കപ്പെടും എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇനി 29-ാമത്തെ ചോദ്യത്തിൽ എന്താണ് ഒഴിവാക്കാനുണ്ടായ റീസൺ എന്ന് എനിക്കറിയില്ല. പക്ഷേ 29-ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ഇതിൽ തെറ്റായ വിവരം മൺസൂൺ പിൻവാങ്ങൽ കാലം, ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലം, ഇതെല്ലാം കൽബൈശാഖി, ഇതൊക്കെ ശരിയാണ്. തെറ്റായത് D ആണെന്നാണ് പൊതുവെ പറഞ്ഞിരുന്ന അഭിപ്രായം. പക്ഷേ ആ ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടു. പിന്നെ ഡിലീഷൻ സംഭവിച്ചിരിക്കുന്നത് സയൻസിൽ 64-ാമത്തെ ചോദ്യമാണ്. 64-ാമത്തെ ചോദ്യം ഇതായിരുന്നു, പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണം. വേട്ടക്കാരൻ എന്നതാണ് ആൻസർ. എനിവേ, അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം കണക്ക് ആൻസർ കീ വന്നപ്പോൾ തന്നെ നമ്മളെല്ലാം പറഞ്ഞ ഉത്തരങ്ങൾ പോലെ തന്നെ 81-നും 82-നും ആൻസർ അതിലില്ല. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടേ മതിയാകൂ. പിന്നെ 89-ൻ്റെ നമ്മളന്ന് പറഞ്ഞെങ്കിലും പല വലിയ വലിയ ചാനലുകൾ പറഞ്ഞത് ക്യൂബുകളാണ് 8, 27, 64, അതുകൊണ്ട് 16 കൂട്ടത്തിൽ ചേരാത്തത് എന്നാണ് വലിയ വലിയ യൂട്യൂബ് ചാനലുകളിലൊക്കെ കേട്ടത്. അതല്ലെങ്കിൽ 8ഉം 16ഉം 64 എന്നുള്ളതിൽ 27 ഒഴിച്ച് ബാക്കിയെല്ലാം 8ൻ്റെ ഗുണിതങ്ങളാണ്, അതുകൊണ്ട് അത് കൂട്ടത്തിൽ ചേരില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടു. പക്ഷേ അന്ന് തന്നെ ഞാൻ പറഞ്ഞു 27 ആയിരിക്കും അതിൻ്റെ ആൻസർ വരാൻ ചാൻസ്. കാരണം
27 ഒറ്റ സംഖ്യയും ബാക്കിയെല്ലാം ഇരട്ട സംഖ്യയുമാണ് സാധാരണ ഒരു അസംഷൻ. അങ്ങനെ ആൻസർ കീയിൽ ആദ്യം പ്രൊവിഷണലിൽ 16 പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അത് മാറി ഓപ്ഷൻ ഡി 27 കൂട്ടത്തിൽ ചേരാത്തത്. പിന്നെ 95-ാമത്തെ ചോദ്യം, വയസ്സിൻ്റെ അംശബന്ധം കാണിക്കുന്ന ആ ചോദ്യം, അതിൻ്റെ ഉത്തരവും ആൻസർ കീയിൽ ഇല്ല, അതുകൊണ്ട് തന്നെ അതും ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ 91-ലായിരിക്കും ഈ പരീക്ഷയുടെ കട്ട് ഓഫ് ഉണ്ടാവുക. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം മാറിയപ്പോൾ തന്നെ പലർക്കും മാർക്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്ന് കാണാം. എന്തുകൊണ്ടാണ് ഇപ്പോൾ PSC ഇങ്ങനൊരു പ്രവണത പിന്തുടരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. എനിവേ, ഒരു നോർമൽ പരീക്ഷ, അതും ഒരു LGS പരീക്ഷ PSCയുടെ ലെവലിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ള 7ാം ക്ലാസ്സുകാരുടെ LGS പരീക്ഷ, അങ്ങനെ ഒരു ചോദ്യപേപ്പർ 100 ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഇത്രയേറെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ വരുമ്പോൾ മറ്റുള്ള ഹയർ ലെവൽ എക്സാമുകളിലോട്ടൊക്കെ വരുമ്പോൾ എന്താണ് അതിൻ്റെ നിഗമനം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം വലിയൊരു പാനലൊക്കെ ആയിരിക്കാം ഈ ചോദ്യപേപ്പർ പ്രിപ്പയർ ചെയ്യുക. ഇത്രയും സിമ്പിളായിട്ടുള്ള സിലബസ്, ഇത്രയും നല്ല ടോപ്പിക്, ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ടോപ്പിക്, ആ ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ശരി ഓപ്ഷൻ പോലും അതിൽ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുമല്ലോ, 3 തെറ്റിയാലും ഒരു ശരി ഉത്തരം എന്തായാലും ഉണ്ട്. ആ രീതിയിൽ ചുമ്മാ ഓപ്ഷൻ ഇട്ടാൽ 10ാം ക്ലാസ്സിലെ പിള്ളേരോട് പറഞ്ഞാൽ ഓപ്ഷൻ ഇട്ട് കൊടുക്കുന്ന രീതിയിലുള്ള കണക്കുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യത്തേത് തന്നെ ബോഡ്മാസ് നിയമം കണ്ടാൽ തന്നെ അറിയാം. ഡിവിഷൻ ആദ്യം ചെയ്യുന്നു, 8/2 4, ഗുണിക്കുമ്പോൾ 7 × 4 × 14 തന്നെ ഒരു വലിയ സംഖ്യയാണ്. അതിൻ്റെ കൂടെ 9 കൂടെ കൂട്ടുമ്പോൾ ഈ സംഖ്യകളൊന്നും തന്നെ വരുന്നില്ല. ഒന്നുകിൽ അച്ചടിച്ചപ്പോൾ ചിഹ്നം മാറിപ്പോയതാകാം, അച്ചടിക്കാൻ കൊടുത്ത് അച്ചടിച്ചപ്പോൾ ചിഹ്നം മാറിപ്പോയതാകാം. എനിവേ, എന്തായാലും ഇങ്ങനെയുള്ള ഒരു ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകാൻ പോലും PSCക്ക് പറ്റുന്നില്ല എന്നുള്ളത് ശരിക്കും ലജ്ജാവഹമാണ്. ഇതാണ് LGSൻ്റെ ഫൈനൽ ആൻസർ കീയുടെ അവസ്ഥ. ഇനിയും 2ാം ഘട്ടത്തിൻ്റെ എന്ന് വരുമെന്ന് PSCയുടെ ഔദ്യോഗിക റിപ്പോർട്ട് വരുമ്പോൾ നമുക്കറിയാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.